രാഹുൽ ഈശ്വറിലേക്ക് പോവുകയാണ്. അദ്ദേഹം താഴെപ്പൻ കുടുംബാംഗമാണ്. ശ്രീ രാഹുൽ ഈശ്വർ ഇതിനുള്ള മറുപടി പറയുക. രണ്ട് പ്രധാന കാര്യങ്ങളാണ്. കണ്ഠരര് രാജീവരർക്ക് മകനെ തന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു കത്ത് കൊടുക്കാൻ അവകാശമില്ല. അതുമാത്രമല്ല, മകനായ കണ്ഠരര് ബ്രഹ്മദത്തൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല തന്ത്രിയായി വരുന്നതിൽ. ഈ രണ്ട് ആരോപണങ്ങളാണുള്ളത്. ശ്രീ മഞ്ജുഷ്, രണ്ട് കാര്യങ്ങൾ. ആദ്യം യോജിപ്പുള്ള കാര്യങ്ങൾ പറയാം. ഒരുപക്ഷെ ശ്രീ സോബൻജി അടക്കം പറഞ്ഞത് ഓരോ ഭക്തന്റെയും വികാരമാണ്. കാര്യം വിശ്വാസി സംബന്ധമായി നമ്മൾ മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ കേരളത്തിലേക്ക് രണ്ട് ബ്രാഹ്മണ കുടുംബങ്ങളെയാണ് കൊണ്ടുവരുന്നത്. താഴമണ്ണും തരണനെല്ലൂരും. ബഹുഭൂരിപക്ഷം അമ്പലങ്ങളും അവർക്ക് താന്ത്രിക അവകാശങ്ങൾ കൊടുക്കുകയും മറ്റു ചെയ്യും. ഇന്ന് ഒരുപാട് അങ്ങനെ പ്രമുഖ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന താന്ത്രിക കുടുംബങ്ങളുണ്ട്. അത് അയ്യപ്പൻ തന്നെ ചൂസ് ചെയ്ത, അല്ലെങ്കിൽ പരശുരാമൻ ചൂസ് ചെയ്ത ഒരു കുടുംബമാണ്. അതിനെ ബഹുമാനിക്കണം. ഞാൻ എന്താ പറയുന്നത്, എന്റെ അമ്മ ബ്രഹ്മശ്രീ കണ്ഠര് മഹേശ്വരന്റെ മകളായതുകൊണ്ട് പറയുകയല്ല. ഇവരെല്ലാം അടുത്ത് നിന്ന് കാണാൻ അവസരം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് ഇത് സോമൻജി പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. ശ്രീ മധുമണിമല ആദ്യം പറഞ്ഞ കാര്യം വളരെ ഹൃദയസ്പർശിയാണ്. കാര്യം യഥാർത്ഥത്തിൽ കണ്ഠരര് മോഹന്റെ അടുത്ത് പറയുന്ന ആ വ്യക്തിയെ അല്ലെങ്കിൽ കുടുക്കുകയും അദ്ദേഹത്തിനെതിരെ കള്ളപ്രചരണങ്ങൾ പലതും നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് ശരിക്കും 20 വർഷത്തോളമായി ശബരിമലയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് ആ വ്യക്തിയുടെ ജീവിതവും ആ വ്യക്തിയുടെ എന്താ പറയുക മനോനിലയൊക്കെ ഒരുപാട് വിഷമത്തിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം നിരപരാധിയാണെന്ന് ഹൈക്കോടതി പറയുകയും അദ്ദേഹത്തെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുക എന്ന് പറയുകയും അദ്ദേഹത്തെ കള്ളക്കേസിൽ അല്ലെങ്കിൽ കള്ള പരാതികളിലും കാര്യത്തിലും കുടുക്കിയ ശോഭാ ജോണയും ബച്ചൂർ റഹ്മാനെയും ശിക്ഷിക്കുകയും ശബരിമല തന്ത്രിയെ ഗൂഢാലോചനയെ കുടുക്കിയെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോ അദ്ദേഹത്തിന്റെ വേദനയൊന്നും പലരും ഹൈലൈറ്റ് ചെയ്യാറില്ല. ബഹുമാനപ്പെട്ട ശ്രീ നമ്മുടെ മധുമണിമല അത് ഹൈലൈറ്റ് ചെയ്തതിന് സന്തോഷമേ ഉള്ളൂ. എന്നാൽ അതോടൊപ്പം ഇന്ന് ആധുനിക തലമുറയിലെ രണ്ടുപേരും, അതായത് ബ്രഹ്മശ്രീ കണ്ഠരര് മഹേഷ് മോഹനര്, കണ്ഠരര് ബ്രഹ്മദത്തര്, രണ്ടുപേരും ആത്മീയ വിദ്യാഭ്യാസവും ആധുനിക വിദ്യാഭ്യാസവും നല്ല രീതിയിൽ ലഭിച്ചിട്ടുള്ളവരാണ്. അതായത് വളരെ നല്ല രീതിയിൽ സൽസ്വഭാവികളാണ്. ഇതേവരെ ജീവിതത്തിൽ യാതൊരു ബ്ലെമിഷും ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ലാത്തതാണ്. ഇനി ബ്രഹ്മശ്രീ കണ്ഠരര് രാജീവരും അങ്ങ് ഓർക്കണം, ഏറ്റവും സാത്വികനായ പരമസാത്വികനായ ഒരു വ്യക്തിയാണ്. പലപ്പോഴും അദ്ദേഹം എന്നെ പോലും ശകാരിക്കാറുണ്ട്, നീ ഇങ്ങനെ അഗ്രസീവായിട്ട് സംസാരിക്കുന്നതൊക്കെ. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ മാത്രമാണ് ഒരിക്കൽ അദ്ദേഹം ഒരു ഹാർഡ് നിലപാടെടുക്കുന്നത്. അന്ന് അദ്ദേഹം ശക്തിയുക്തം ശ്രീ പിണറായി വിജയനോട് പറഞ്ഞു, നിങ്ങൾ യുവതികളെ കയറ്റുകയാണെങ്കിൽ ഞാൻ ശബരിമല നട അടച്ചിട്ട് പോകുമെന്ന്. അങ്ങനെ തന്ത്രിക്ക് മുഖ്യമന്ത്രിയോട് പറയാൻ അദ്ദേഹത്തിന് ആത്മധൈര്യം നൽകുന്നത് അദ്ദേഹത്തിന് അയ്യപ്പനുള്ള വിശ്വാസമാണ്. അദ്ദേഹത്തെ CPM-കാർ കള്ളക്കേസിൽ കുടുക്കി 41 ദിവസം ജയിലിലിട്ടു. അത് നേരത്തെ ശ്രീ സോമൻജി വളരെ ശരിയായി പറഞ്ഞതുപോലെ പലപ്പോഴും CPM-ന് നേരെ ചോദ്യശരങ്ങൾ വന്നപ്പോൾ, പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ വന്നപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഹിന്ദു സമൂഹത്തിന്റെ ആദരണീയ പാത്രമായ അല്ലെങ്കിൽ ശബരിമല അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു എന്നുള്ളതാണ് സത്യം. ഇനി ഞാൻ ഇത് പറയുന്നത് വളരെ വിനയത്തോടെ പറയുകയാണ്. യാദവകുലം തമ്മിത്തല്ലി നശിച്ചതുപോലെ നമ്മൾ ഹിന്ദുക്കൾ തമ്മിത്തല്ലി നശിക്കരുത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ചില അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലുള്ള തർക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാം. ഇത് അതിനെ ആ രീതിയിൽ കാണണ്ടല്ലോ. ഹിന്ദു സമുദായത്തെ മുഴുവനായിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ ശ്രീ രാഹുൽ ഈശ്വർ. ഇത് താഴമൺ മഠത്തിലും ഇത്തരത്തിലുള്ള താഴമൺ കുടുംബത്തിലും ഇങ്ങനെയുള്ള തർക്കമുണ്ടെന്നാണ് ശ്രീ മധു മണിമല പറയുന്നത്. അവിടെ കണ്ഠരര് മോഹനരെ നോക്കുകുത്തിയാക്കുന്നു. അദ്ദേഹമാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിലല്ല കത്ത് പോയിരിക്കുന്നത്. ഇങ്ങനെ ആകെ ദുരൂഹത ഉണ്ടെങ്കിൽ ഈ താന്ത്രിക വിദ്യയിൽ നിന്ന്, ശബരിമലയിലെ താന്ത്രിക വിദ്യയിൽ നിന്ന് ഈ സ്വർണ്ണക്കൊള്ളയിലെ പാപക്കറ മാറുന്നത് വരെ മാറി നിൽക്കുക എന്നുള്ള തീരുമാനം എടുത്തുകൂടെ? പാപക്കറ എന്നൊരു കാര്യം ഇല്ല എന്ന് പറയാൻ കാരണം, കൊല്ലം കോടതി 2 സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് there is not even an iota of evidence against കണ്ഠരര് രാജീവരും. 2 സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് there is nothing to place on record against the തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കിയതിന്റെ പേരിൽ നിയമസഭ പ്രക്ഷുബ്ധമാകുകയും 2 ദിവസം നിയമസഭ നിർത്തിവെക്കുകയും ചെയ്തതാണ് ആദരണീയനായ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം വിചാരണ തുടങ്ങിയിട്ടില്ല ശ്രീ രാഹുൽ ഈശ്വർ. അപ്പോഴും സംശയം വിശ്വാസികളിൽ ഒരു വിഭാഗത്തിനെങ്കിലും ഒരു വിശ്വാസിക്കെങ്കിലും അവിശ്വാസമുണ്ടെങ്കിൽ തന്ത്രി ആ പദവിയിൽ ഇരിക്കരുത്, മാറി നിൽക്കണം, അഗ്നിശുദ്ധി വരുത്തട്ടെ. അല്ല, വിശ്വാസികൾക്ക് സംശയമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൊല്ലം കോടതിയുടെ വിധി വന്നതോടുകൂടി ഇത് മാറി. അല്ല, അതൊരു ജാമ്യവിധി മാത്രമാണല്ലോ. അതൊരു ജാമ്യവിധി മാത്രമാണ്. അതെ, ജാമ്യവിധി വന്നോട്ടെ. ജസ്റ്റിസ് ബദറുദ്ദീന്റെ വിധിന്യായത്തിൽ വളരെ കൗതുകത്തോടെ, ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമാ പാട്ട് കോടതി വിധിയിൽ കോട്ട് ചെയ്യുന്നത്. അത് പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലുമീ എന്ന അദ്വൈതം എന്ന ഗംഭീരമായ ലാലേട്ടൻ പ്രിയദർശൻ സിനിമയിലെ പാട്ടാണ്.
അതിൽ തന്ത്രിയെ കുടുക്കി, കള്ളക്കേസിൽ കുടുക്കി, സ്വർണ്ണക്കേസിൽ കുടുക്കി അകത്തിടുന്നതിന്റെ ഘട്ടത്തിൽ പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന പാട്ട് ജസ്റ്റിസ് ബദറുദ്ദീനെ പോലെ വലിയൊരു ജഡ്ജി എഴുതി വെച്ചതാണ്. ഇപ്പൊ തന്ത്രിയെ കുടുക്കിയതാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയില്ല, അങ്ങനെയൊന്നും ഇല്ലാട്ടെ. എല്ലാവർക്കും അറിയാമെന്ന് താങ്കൾ ജനറലൈസ് ചെയ്യരുത് ഈ വിഷയം. അങ്ങനെ ചെയ്യരുത്. കാരണം ഇത് വിചാരണ തുടങ്ങിയിട്ട് പോലും ഇല്ലാത്ത ഒരു കേസാണ്. ഒരു സെക്കൻഡ് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹത്തെ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവർക്കും ആദരവുള്ള വ്യക്തിയാണ്. അദ്ദേഹം കൃത്യമായി പറയുകയുണ്ടായി, മന്ത്രിയെ ഇതിൽ തെറ്റുകാരനാണോന്ന് അറിയില്ല, എന്നാലും പ്രാസത്തിന്റെ ഇതിൽ വെച്ച് പറഞ്ഞതാണ്, മന്ത്രി അടക്കം മന്ത്രിയെ കുടുക്കുകയും മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ കുടുക്കുകയൊക്കെ ചെയ്തു. അന്നേ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എന്ന് വെച്ചത് മാറില്ല. അത് തന്ത്രി കുറ്റക്കാരനല്ലാതാവില്ലല്ലോ. അത് മാത്രമല്ല, അല്ല BJP-യിൽ തന്നെ എതിരെ അഭിപ്രായമുണ്ടെന്ന് ശ്രീ KS രാധാകൃഷ്ണൻ, അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹം പറഞ്ഞ കേട്ടില്ലേ, താഴമൺ കുടുംബത്തിൽ നിന്ന് തന്നെ ഈ താന്ത്രിക വിദ്യ മാറ്റണം എന്നുള്ളതാണ് ശബരിമലയിലെ. അതിനൊരു മറുപടി പറഞ്ഞോട്ടെ, എല്ലാ ആദരവോടെ. KS രാധാകൃഷ്ണൻ സാർ വലിയ പ്രഭാഷകനാണ്, അദ്ദേഹത്തോടൊപ്പം ഞാൻ പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട്, വലിയ എഴുത്തുകാരനാണെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ എഴുത്തിൽ 7ഓളം വസ്തുതാപരമായ തെറ്റുണ്ട്. ഒന്ന്, മനീതി സംഘം ശബരിമലയെ കയറി എന്നാണ് പറഞ്ഞത്. മനീതി സംഘം അല്ല കയറിയത്. കണ്ഠര് മോഹനര് ജയിലിൽ കടന്നു എന്ന് അദ്ദേഹം കള്ളം എഴുതിയിരിക്കുകയാണ്. കണ്ഠര് മോഹനര് ആ കേസിൽ വാദിയാണ്. കണ്ഠര് മോഹനരെ പറയുന്നതുകൊണ്ട് വിഷമമുണ്ട്, എന്നിരുന്നാലും അദ്ദേഹം എഴുതിയോണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. കണ്ഠര് മോഹനരെ വേശ്യപ്പുര എന്ന് പോലീസ് പിടിച്ചു എന്നൊക്കെ പറയുന്നത് വലിയ വേദന ഉണ്ടാക്കുന്നതാണ്. കണ്ഠര് മോഹനരെ ഇവർ സ്വർണത്തിന് വേണ്ടി കുടുക്കി വെക്കുകയും കണ്ഠര് മോഹനര് വാദിയായ കേസിൽ ഒരുപാട് ജീവിതത്തിൽ വേദനയും വിഷമവും അനുഭവിച്ച കണ്ഠര് മോഹനരെ അപകീർത്തിപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചത്. ശരി, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.